കേരള നിയമസഭയിൽ നിയമമാക്കാനുള്ള ബില്ലുകൾ പാസ്സാക്കുന്നത് 3 തരത്തിലാണ്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, അത് നിയമസഭയുടെ ഒരു സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കുന്നു. ഈ സബ്ജക്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് സ്ഥിരം സമിതിയാണ്. ഓരോ വകുപ്പിനും സബ്ജക്റ്റ് കമ്മിറ്റികളുണ്ട്, അത് സ്ഥിരമായിട്ടുള്ളതാണ്. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കുന്ന ബില്ലുകൾ അവർ സമഗ്രമായിട്ട് പരിശോധിക്കും. എന്നിട്ട് അതിന്മേൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, ഭേദഗതികൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നീട് അതുകൂടെ ചേർത്ത് ഒരു പുതുക്കിയ ബില്ല് ആസ് റിപ്പോർട്ടഡ് ബൈ ദ സബ്ജക്റ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ് വീണ്ടും നിയമസഭയിൽ വരും. എന്നിട്ടത് ചർച്ച ചെയ്ത് പാസ്സാക്കും. ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തേത് ഈ ബില്ല് ഒരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കുക എന്നുള്ളതാണ്. സെലക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിരം സമിതി അല്ല, ആ ബില്ലിന് വേണ്ടി മാത്രം അപ്പോൾ നിയമസഭ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയാണ്. ബില്ല് പൈലറ്റ് ചെയ്യുന്ന മന്ത്രിയാണ് ആ കമ്മിറ്റിയിൽ ആരൊക്കെ വേണമെന്ന് നിർദ്ദേശിക്കുക. ബില്ല് ഈ കമ്മിറ്റിക്ക് വിട്ടുകഴിഞ്ഞാൽ പിന്നീടുള്ള നടപടിക്രമം എന്ന് പറയുന്നത് കമ്മിറ്റി തെളിവെടുപ്പുകൾ നടത്തും. ഈ ബില്ലുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന്, സംഘടനകളിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹങ്ങളിൽ നിന്ന് അവർക്ക് തെളിവുകൾ എടുക്കാം, അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കാം. വേണമെങ്കിൽ ജില്ലാ തലസ്ഥാനങ്ങളിലോ മറ്റോ സിറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാം. അവിടേക്ക് ആളുകൾ വന്നിട്ട് ഈ കമ്മിറ്റിയുടെ മുമ്പ് തെളിവുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും. അതിനുശേഷം ഇതൊക്കെ ക്രോഡീകരിച്ച് ഈ സെലക്ട് കമ്മിറ്റിയുടെ ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നത് പാസ്സാക്കും. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തേത് ഒരു ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനാഭിപ്രായത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതായത് പിന്നീടത് സമൂഹത്തിലേക്ക് ആ ബില്ല് അങ്ങോട്ട് വിടുകയാണ്. ജനങ്ങൾക്ക് അതിന്മേൽ അഭിപ്രായം പറയാം, പലതരത്തിൽ ഏത് തരത്തിൽ വേണമെങ്കിലും അഭിപ്രായം പറയാം. പിന്നീട് എപ്പോഴെങ്കിലും, ചിലപ്പോൾ മാസങ്ങൾ, വർഷങ്ങൾക്ക് ശേഷം പൊതുജനാഭിപ്രായം കൂടെ സമാഹരിച്ചുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ബില്ലിന്മേൽ കാര്യമായ മാറ്റങ്ങളൊക്കെ വരുത്തി നിയമസഭയിൽ കൊണ്ടുവന്ന് വീണ്ടും സബ്ജക്റ്റ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ അയച്ച് അത് പാസ്സാക്കിയെടുക്കാം. അത് മൂന്നാമത്തെ രീതിയാണ്. ഈ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കുക എന്ന ആദ്യത്തെ രീതി, അത് ഒരു ബില്ല് പെട്ടെന്ന് പാസ്സാക്കണം, നിയമമാക്കണമെന്ന ഘട്ടത്തിലാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യുക. ഒരു സബ്ജക്റ്റ് കമ്മിറ്റി അവരത് ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ കൊണ്ട് ചർച്ച ചെയ്ത് അവർ റിപ്പോർട്ട് ചെയ്ത മാതിരിയുള്ള ബില്ല് നിയമസഭയിൽ വരും. രണ്ടാമത്തേത് സെലക്ട് കമ്മിറ്റി കുറേ കൂടെ വിശദമായ അല്ലെങ്കിൽ സമഗ്രമായ പഠനം ഈ ബില്ലിന് ആവശ്യമാണ് എന്ന് തോന്നുമ്പോഴാണ് സെലക്ട് കമ്മിറ്റിക്ക് അയക്കുക. പക്ഷേ അത് കുറേ സമയമെടുക്കും. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കുന്നത് പോലെ പെട്ടെന്നത് റിപ്പോർട്ട് തയ്യാറാക്കി പാസ്സാക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ മാസങ്ങളെടുക്കാം. ചിലപ്പോൾ അതുവഴി ആ ബില്ലങ്ങ് പോയെന്നും വരും. പിന്നീട് തിരിച്ചു വരണമെന്നില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടവും യുക്തവും പോരാ. പക്ഷേ ഈ മൂന്നാമത്തെ രീതി, അതായത് പൊതുജനാഭിപ്രായത്തിന് വിടുക എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും പിന്നെ നിയമസഭയിൽ തിരിച്ചു വന്ന് അത് ആ ബില്ല് പാസ്സാകാറില്ല. കേരള നിയമസഭയിൽ 1000-ലേറെ ബില്ലുകൾ ഇതിനകം പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് കണക്ക്. കൃത്യമായ കണക്ക് ഇപ്പോൾ കൈവശമില്ല. 1000-ലേറെ ബില്ലുകൾ പാസ്സായിട്ടുണ്ട്. അതിൽ 4-5 എണ്ണം മാത്രമാണ് പൊതുജനാഭിപ്രായത്തിനയച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ചതിന് ശേഷം പാസ്സാക്കിയിട്ടുള്ളത്. 4-5 ബില്ലുകൾ മാത്രം, അതിനപ്പുറത്തേക്കില്ല. കാരണം ഇതൊരു ബില്ല് തയ്യാറാക്കി അവതരിപ്പിച്ചു എന്നതിനപ്പുറത്ത് അത് പാസ്സാക്കാൻ സർക്കാരിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്നുകിൽ സബ്ജക്റ്റ് കമ്മിറ്റി അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റി. അല്ലാതെ ഈ പൊതുജനാഭിപ്രായത്തിന് വിട്ടിട്ട് അത് പാസ്സാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇത് നടന്നിട്ടുണ്ടാവും. ഭൂപരിഷ്കരണ ബില്ലൊക്കെ അങ്ങനെ വന്നതാണ്. അങ്ങനെ ഏതാണ്ട് 5 ബില്ലിൽ കൂടുതൽ പാസ്സായിട്ടുമില്ല ഈ പൊതുജനാഭിപ്രായം കേട്ടതിന് ശേഷം. അതാണ് ബില്ല് പൊതുജനാഭിപ്രായത്തിന് വിട്ടാലുള്ള അവസ്ഥ. പാസ്സാക്കാൻ ഗവൺമെൻറ്റിന് താല്പര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിങ്ങനെ കുറേ ചർച്ച ചെയ്യും. പല പല വേദികളിലായിട്ട് അത് സംബന്ധിച്ച് ചർച്ചകളും തെളിവെടുപ്പുകളും അഭിപ്രായം പറച്ചിലൊക്കെ നടക്കുമെന്നതിനപ്പുറത്ത് ഈ ബില്ല് പിന്നെ സഭയിൽ വന്ന് പാസ്സാകുന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. നമ്മുടെ CPM-ൻ്റെ സംസ്ഥാന സമിതി പാസ്സാക്കിയ ഒരു റിപ്പോർട്ട്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയും പാർട്ടി നേതൃത്വം കൊടുത്ത മുന്നണിയും തോറ്റുപോയത്? ആ റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ ഈ ബില്ല് പൊതുജനാഭിപ്രായത്തിന് വിടുന്നത് പോലെ ജനങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് വിട്ടുകൊടുത്തിരിക്കുക. സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു തീരുമാനമാണ്. പൊതുജനം അഭിപ്രായം പറയട്ടെ. അണികൾ അല്ലെങ്കിൽ സഹയാത്രികർ, അനുഭാവികൾ, ഈവൻ പാർട്ടി അംഗങ്ങൾ, ഇവർക്കൊക്കെ അഭിപ്രായം പറയാം. ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമെയിൽ വഴി അയക്കാം. എന്നിട്ട് ഈ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടതിന് ശേഷം ഇനി പാർട്ടി എന്തു ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ തെറ്റുതിരുത്തണം എന്ന് തീരുമാനിക്കും. സംസ്ഥാന കമ്മിറ്റി പാസ്സാക്കിയ റിപ്പോർട്ട് പൊതുജനാഭിപ്രായത്തിന് വിട്ടത് അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായിട്ട് നമ്മൾ CPM-ൻ്റെ തെറ്റുതിരുത്തൽ രേഖ അല്ലെങ്കിൽ
പരാജയ കാരണങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട്, അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെയും നമ്മൾ ഇതേപ്പറ്റി സംസാരിച്ചതാണ്. ഈ റിപ്പോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നുണ്ട്, പാർട്ടി സംവിധാനത്തിന് ധാരാളം പിഴവുകൾ പറ്റി. പക്ഷേ അതിൻ്റെ ഉത്തരവാദികളാരാ? അതിൻ്റെ ഉത്തരവാദികളെക്കുറിച്ച് മിണ്ടുന്നേയില്ല. ഈ തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടിയതിനെക്കുറിച്ച് ഒരഭിപ്രായവും പറയുന്നില്ല. പിന്നെ ഈ റിപ്പോർട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF തോക്കാൻ പ്രധാന കാരണം വെള്ളാപ്പള്ളി നടേശനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നതാണ്. അതുപോലെ ശബരിമല പ്രശ്നത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകിയതാണ്. അതുപോലെ തന്നെ അയ്യപ്പ സംഗമം പാളിപ്പോയി, അവിടെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് തെറ്റായിരുന്നു. പിന്നീട് ഈ തളിപ്പറമ്പ് പോലെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ ചില തെറ്റുകളെ പറ്റി. ഇതുകൊണ്ടൊക്കെയാണ് 99 സീറ്റ് ജയിച്ചിരുന്ന LDF ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ 35ലേക്ക് ചുരുങ്ങിപ്പോയത്. നമ്മളീ പറഞ്ഞ 3-4 കാരണങ്ങളുടെ പേരിൽ. അതിൻ്റെ ഒരു ഉത്തരവാദികളാരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല. ഈ റിപ്പോർട്ട് ആദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വയ്ക്കുമ്പോൾ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനെക്കുറിച്ചുള്ള പ്രശ്നം അതിൽ പറഞ്ഞിരുന്നില്ല. പക്ഷേ അംഗങ്ങൾ പലരും പറഞ്ഞത് പോരാ, ഇങ്ങനെ ഒളിച്ചുകളി പാടില്ല, നടന്നതും സംഭവിച്ചതുമായ തെറ്റുകൾ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റു പറയണം, തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, അത് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കണം. അതിനുശേഷമാണ് തളിപ്പറമ്പ് വിഷയം. അവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് സംബന്ധിച്ചുള്ള പ്രശ്നം ഈ റിപ്പോർട്ടിൽ ഇടം പിടിക്കുന്നത്. അതിലെന്താണ് സംസ്ഥാന സെക്രട്ടറി എഴുതി ചേർത്തത്, അല്ലെങ്കിൽ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചത്? തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ തെറ്റുപറ്റി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആരാണ് ഈ തീരുമാനമെടുത്തത്? ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു, അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിച്ചു. ഈ 2 കമ്മിറ്റികൾക്കും വീഴ്ച പറ്റി. അതായിരുന്നു ഗോവിന്ദൻ മാഷുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് സംസ്ഥാന സമിതിയിൽ വന്നപ്പോൾ നിശിതമായ വിമർശനത്തിന് കാരണമായി. കാരണം കണ്ണൂരിൽ നിന്നുള്ള അംഗങ്ങൾ തന്നെ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തന്നെ പറഞ്ഞു, ഇത് ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന്. പിന്നെ ഇങ്ങനെയാണ് ഇവരുടെ പേര് സംസ്ഥാന കമ്മിറ്റിയിലെത്തി. ഇവരുടെ പേര് ഒരു പാനലിൻ്റെ ഭാഗമായിട്ട് എത്തിയതുമല്ല. അവിടെ നിന്നുള്ള ഏക സ്ഥാനാർത്ഥി, മറ്റൊരാളെക്കുറിച്ച് ആലോചിക്കേ വേണ്ട സംസ്ഥാന കമ്മിറ്റി. ഇവിടുന്ന് ജില്ലാ കമ്മിറ്റി അങ്ങോട്ട് വിടുകയാണ്. PK ശ്യാമള അതായിരുന്നു ഇതുവരെ പറഞ്ഞു വന്നിരുന്നത്. പക്ഷേ കണ്ണൂരിൽ നിന്നുള്ള അംഗങ്ങൾ പറയുന്നു, അർത്ഥശങ്കയ്ക്ക് ഇട നൽകാതെ പറയുന്നു, ഇത് മണ്ഡല കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന്. പിന്നെ എങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റി ആ പട്ടിക, അല്ലെങ്കിൽ PK ശ്യാമളയുടെ പേരുള്ള പട്ടിക അംഗീകരിക്കുക? ആര് തീരുമാനിച്ചു? ആര് സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചു? ആലോചിച്ച് നോക്കണം. CPM പോലൊരു പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് പോലുള്ള പാർട്ടികളിൽ നടക്കുന്നത് പോലെ അല്ല. കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രചാരണം തുടങ്ങി ആഴ്ചകൾക്ക് ശേഷം പോലും അവരെ മാറ്റിയിട്ടുണ്ട്. അവിടെ അതിനൊക്കെയുള്ള പ്രൊവിഷനുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ CPM അങ്ങനെ അല്ല. മണ്ഡലം കമ്മിറ്റി ശുപാർശ ചെയ്ത് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച് പിന്നീട് സംസ്ഥാന സമിതിക്ക് അവരുടെ അംഗീകാരത്തിനായി ഈ പട്ടിക വിടുകയാണ് വേണ്ടത്. ഇതിവിടെ സുതാര്യമായ ഒരു നടപടിയാണ്, എല്ലാവരുടെയും മുമ്പിൽ നടക്കുന്ന ഒരു കാര്യമാണ്, കമ്മിറ്റികളുടെ മുമ്പിൽ ഉണ്ടാവുന്ന ആ തീരുമാനമാണ്. അപ്പോൾ പിന്നെ ആരാണ് PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചത്? അത് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. അതാരാണെന്ന് പറയുന്നില്ല. തെറ്റുപറ്റി എവിടെ? ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റി അവരെ നിർദ്ദേശിച്ചതിൽ, അത് അംഗീകരിച്ചതിൽ സംസ്ഥാന കമ്മിറ്റിക്ക് തെറ്റുപറ്റി. ഇത് പരാജയത്തിനൊരു കാരണമായി. പക്ഷെ ആരാണ് PK ശ്യാമളയെ നിർദ്ദേശിച്ചത്? ആ ഭാഗം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് വിട്ടുകളഞ്ഞിരിക്കുക. ഇതിന്മേൽ കൂടുതൽ അന്വേഷണം നടന്നാൽ, അല്ലെങ്കിൽ ആരാണതിൻ്റെ പിന്നിൽ നിന്നുള്ളതിലേക്ക് ഈ റിപ്പോർട്ട് പോയാൽ എന്താണ് സംഭവിക്കുക? അവരെ സ്ഥാനാർത്ഥിയാക്കിയത് ആരാണ്? ആരുടെ നിർബന്ധമാണ്? അത് സാക്ഷാൽ MV ഗോവിന്ദൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി PK ശ്യാമളയുടെ ഭർത്താവ്, അതിലേക്ക് വരും. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ പൊതു സ്വഭാവം എന്താ? പാർട്ടിക്ക് തെറ്റുപറ്റിയ പാർട്ടി നേതാക്കൾക്കാർക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഈ റിപ്പോർട്ടിൻ്റെ പോക്ക്. അപ്പോൾ പിന്നെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ എങ്ങനെ നിങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറിയെ കുറ്റപ്പെടുത്താൻ പറ്റും? അതുമാത്രമല്ല, അവരെല്ലാവരും ഇപ്പോൾ ഈ പാർട്ടിയുടെയും സംസ്ഥാനത്തിൻ്റെയും മുമ്പിൽ നല്ല വിളയാമഞ്ഞ് നിൽക്കുക. അവർക്കാർക്ക് ഈ പരാജയത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല. ഇവിടെയൊക്കെ ശരീരഭാഷ, ഇവിടെയൊക്കെ ധിക്കാരം, ധാർഷ്ട്യം, ഇവരൊക്കെ പറഞ്ഞ മണ്ടത്തരങ്ങൾ, പിന്നീട് പിണറായി വിജയനെയൊക്കെ പൊക്കി കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരണങ്ങൾ, കോടിക്കണക്കിന് രൂപ മുടക്കി സർക്കാരിൻ്റെ പണം മുടക്കി നടത്തിയ പ്രചാരണങ്ങൾ, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല.
നാട്ടുകാരെ വെറുപ്പിച്ചതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെ തളിപ്പറമ്പിൽ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ ഉത്തരവാദിത്വം എം വി ഗോവിന്ദൻ മാഷ്ക്കാണെന്ന് എങ്ങനെ പറയും? അതുകൊണ്ട് അതങ്ങ് മറച്ചു വെച്ചു, ഗോപ്യമായി വെച്ച് ഒളിച്ചു വെച്ചെന്ന് കാർപ്പറ്റിനടിയിലോട്ടങ്ങ് തിരികെ. അത് റിപ്പോർട്ടിലില്ല. പിന്നെ എങ്ങനെയാണ്, ഏത് റിപ്പോർട്ടാണ് ഈ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രവർത്തകർ, അണികൾ അല്ലെങ്കിൽ സഹയാത്രികർ, അനുഭാവികൾ അംഗീകരിക്കുക, വിശ്വസിക്കുക? അതുകൊണ്ട് എന്തുണ്ടായി? ഒരു പ്ലീനം നടത്തണമെന്ന് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞതാ, പോളിറ്റ് ബ്യൂറോ ഒക്കെ അത് പറഞ്ഞതാ. അതിനെപ്പറ്റി ഇപ്പം മിണ്ടുന്നില്ല. പ്ലീനം നടത്തിയാൽ പ്രാതിനിധ്യ സ്വഭാവത്തിൽ ആളുകൾ അതിൽ പങ്കെടുക്കാൻ വരും. അവരാരും ഈ നേതൃത്വത്തിൻ്റെ പിണിയാളുകളല്ല, അവരുടെ ഏറാമൂളികളല്ല. അതുകൊണ്ട് അവർ കാര്യം പറയും. ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റികളിലൊക്കെ വന്ന വിമർശനങ്ങൾ വീണ്ടും ആവർത്തിക്കും. ഇതിൻ്റെ പിന്നിൽ നിന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ വ്യക്തികളാണ്, ഇന്ന വ്യക്തികളാണ്, അവർക്കാണ് തെറ്റുപറ്റിയത്, അത് പാർട്ടിക്കല്ല. പാർട്ടിയെ പഴിചാരി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട എന്ന് ഈ പ്ലീനത്തിൽ ചർച്ച ഉയരും. അതുകൊണ്ട് ഇപ്പോൾ പ്ലീനത്തെ പറ്റി മിണ്ടുന്നേയില്ല. പകരം എന്തുവാ, ഓഗസ്റ്റ് മാസത്തിൽ വിപുലമായ ഒരു നേതൃയോഗം പാർട്ടിയുടെ പ്രധാന പ്രവർത്തകരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഈ പ്രധാന പ്രവർത്തകരെ ആരാ കണ്ടെത്തുക? ഈ പാർട്ടി നേതൃത്വം തന്നെ, പിണറായി വിജയനും എം വി ഗോവിന്ദൻ മാർക്സും, പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മുതൽ മുകളിലോട്ടുള്ളവർ, ഇവരെല്ലാം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാ. അവരുടെയൊക്കെ ദയാദാക്ഷിണ്യത്തിൽ ഈ കമ്മിറ്റികളിൽ കയറി കൂടി ഇരിക്കുന്നവരാ. അവർ വല്ലവരും നേതാക്കന്മാരെ പറ്റി വല്ലതും പറയുമോ? തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ആരാണെന്ന് അവർ അന്വേഷിക്കുമോ? അപ്പോൾ ഓഗസ്റ്റിലൊരു സമ്മേളനം നടത്തി മൊത്തത്തിൽ സംസ്ഥാന കമ്മിറ്റിയെയും നേതൃത്വത്തെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഒന്ന് വെള്ളപൂച്ചി പിണറായി വിജയനെയും എം വി ഗോവിന്ദൻ മാഷിനെയൊക്കെ കുറ്റവിമുക്തരാക്കി രക്ഷപ്പെടാം. അതിനുള്ള ശ്രമമാണ്. അതിനിപ്പോഴേ പണി തുടങ്ങിയിരിക്കുക. ഈ റിപ്പോർട്ടിലെ പലരുടെയും പേരുകൾ, ഉത്തരവാദിത്തങ്ങൾ മറച്ചു വയ്ക്കുന്ന അതിനു വേണ്ടിയാണ്. അതാണ് ഇപ്പോൾ പാർട്ടിയിൽ, CPM കേരള പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അടക്കമുള്ള കീഴ്ഘടകങ്ങളിൽ വന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ, അവരുടെ റിപ്പോർട്ടുകൾ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയെ കാണാനില്ലെന്ന് മൊത്തം വെട്ടും തിരുത്തുക. അതൊക്കെ വെട്ടിക്കളഞ്ഞു. ജില്ലാ കമ്മിറ്റിയൊക്കെ എന്തിനാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിക്ക് എന്താ കാര്യം? സംസ്ഥാന കമ്മിറ്റി കൊടുത്ത 32 നിർദ്ദേശങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചർച്ച ചെയ്താൽ മതി എന്ന് പറഞ്ഞതാ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പിണറായി വിജയനെയും എം വി ഗോവിന്ദൻ മാഷെയൊക്കെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് ചർച്ച നടത്തിയാൽ അതൊന്നും ഈ സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കാണത്തില്ല. ഇതൊക്കെ തയ്യാറാക്കുന്നത് എം വി ഗോവിന്ദനാ, അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാ. ഈ പുതുക്കിയ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചാ വിഷയമായി. യഥാർത്ഥ കാരണങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കുന്നത് ശരിയല്ല. അത് പാർട്ടിയെ ദോഷമായി ബാധിക്കുന്നത് തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു. ഇങ്ങനെ ചെയ്യരുത്. ഈ പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈ പാർട്ടി നന്നാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു തിരിച്ചുവരവ് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് സംഭവിച്ച തെറ്റുകൾ ഏറ്റുപറയണം ജനങ്ങളോട്, പാർട്ടിയോട്, പാർട്ടി പ്രവർത്തകരോട്. എന്നിട്ട് കറക്ഷൻസ്, തിരുത്തലുകൾ കൊണ്ടുവരണം. ആരും ചെവിക്കൊണ്ടില്ല. എങ്ങനെ ചെവിക്കൊള്ളും? ഇതുവരെ അനുഭവിച്ചു പോരുന്ന സൗകര്യങ്ങളും ആർഭാടങ്ങളും അധികാരത്തിൻ്റെ സുഖശീതളിമയൊക്കെ ഇനിയും തുടർന്നും ആസ്വദിക്കണ്ടേ? പ്രതിപക്ഷ നേതാവായിരിക്കണ്ടേ? കന്റോൺമെൻറ് ഹൗസിൽ താമസിക്കണ്ടേ? സർവ്വവിധ സജ്ജീകരണങ്ങളോട് കൂടിയ പുത്തൻ AKG മന്ദിരത്തിലിരുന്ന് പാർട്ടിയെ ഭരിക്കണ്ടേ? അപ്പോൾ റിപ്പോർട്ടിൽ യഥാർത്ഥ കാരണങ്ങൾ വന്നാൽ അതൊന്നും നടക്കില്ല. താഴെ കമ്മിറ്റി എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ വേണ്ട, പാർട്ടിയിൽ അടിമുടി മാറ്റം വരുത്തണം, പൊളിച്ചെഴുതണം, പുതുക്കിപ്പണിയണം പാർട്ടിയെ. അതാണ് ജില്ലാ കമ്മിറ്റി മുതലുള്ള താഴെ ഘടകങ്ങൾ പറഞ്ഞത്. അവരെല്ലാം ചൂണ്ടിക്കാട്ടിയത് ഭരണവിരുദ്ധ വികാരത്തിലാണ്. അപ്പോൾ ഭരണത്തിന് നേതൃത്വം കൊടുത്തവർ, അപ്പോൾ പാർട്ടിയുടെ ചുക്കാൻ പിടിച്ചവർ, അവരൊക്കെ മാറണം. പക്ഷേ ആ അഭിപ്രായങ്ങളൊക്കെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചാൽ കീഴ്ഘടകങ്ങൾ പറഞ്ഞ പോലെ പലരും മാറേണ്ടി വരും, വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. മക്കളുടെ പേരിലുള്ള ED കേസുകളൊക്കെ വരുമ്പോഴേ സഹായിക്കാൻ പാർട്ടി ഉണ്ടാവില്ല, ഇഷ്ടിക യുദ്ധം നടത്താൻ അണികൾ ഉണ്ടാവില്ല. അത് ഇവർക്കൊക്കെ നന്നായിട്ടറിയാം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊക്കെ പോയാൽ പിന്നെ വലിയ സീറോയാ, ബിഗ് സീറോ. അതിനാരും ആഗ്രഹിക്കുന്നില്ല. കെട്ടിപ്പിടിച്ചിരിക്കണം സ്ഥാനങ്ങളിൽ, പദവികളിൽ, അധികാരങ്ങളിൽ. അതിനുവേണ്ടിയാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് പറയുമ്പോഴും അത് ആരുടെ ഉത്തരവാദിത്വം എന്ന് പറയാത്തത്, ആരാണ് PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചത് എന്ന് പറയാൻ മടിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ പൊതുജനാഭിപ്രായം കേൾക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് ഈ റിപ്പോർട്ട്. ജനങ്ങൾ പറയട്ടെ എന്ന്, അണികൾ, അനുഭാവികൾ, അവർ പറയുന്നത് കേൾക്കാമെന്ന്.
സത്യം പറഞ്ഞാൽ എന്താണ് ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്നുള്ളത്, ഓരോ കാരണങ്ങളും ഈ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ, സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപ്പറ്റി ചർച്ച ചെയ്യാനോ അവലോകനം നടത്താനോ പഠിക്കാനോ പരിശോധിക്കാനോ തീരുമാനമെടുക്കാനോ തിരുത്തൽ നടപടികൾ നിർദ്ദേശിക്കാനോ തയ്യാറാവാത്ത നേതൃത്വം ഇപ്പോഴതിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക്, പാർട്ടിക്കാരല്ലാത്തവർക്ക് വരെ വേണമെങ്കിൽ അഭിപ്രായം പറയാം. ഇത് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന കാര്യമാണ്? സ്വന്തമായിട്ട് തീരുമാനമെടുക്കേണ്ടവരത് ചെയ്യാതെ പൊതുജനങ്ങൾക്ക് ഇതൊക്കെ വിട്ടുകൊടുക്കുകയാണെന്ന് ആലോചിച്ച് നോക്ക്. ഈ പാർട്ടി ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് അവർക്കറിയാം എന്താണ് പരാജയ കാരണങ്ങൾ, എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. ഈ നേതൃത്വം മാറണം, പാർട്ടി അടിമുടി അഴിച്ചു പണിയണം, അത് മാത്രമേ ഇതിനെ രക്ഷിക്കാനൊരു വഴിയുള്ളൂ. അപ്പോൾ കിടന്ന് കളിക്കുക. പൊതുജനങ്ങളോട് പറയാം, നിങ്ങൾ വാട്സാപ്പിൽ ഇമെയിലും ഇങ്ങോട്ട് അയച്ചേക്കാം, ഞങ്ങളതങ്ങ് നോക്കിയിട്ട് ചെയ്തോളാമെന്ന്. 100-ൽ താഴെ വരുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് ഈ പരാജയ കാരണങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തിരുത്തലുകൾ നിർദ്ദേശിക്കാൻ പറ്റുന്നില്ല. പിന്നെ വാട്സാപ്പിലും ഇമെയിലും മറുപടി പറയുന്ന 10,000-കണക്കിന് ആളുകൾ പറയുന്നതാണല്ലോ ഈ പാർട്ടിക്ക് കേൾക്കാൻ സമയവും സാവകാശവും ഉള്ളത്. അഭിപ്രായം ക്ഷണിച്ച് 24 മണിക്കൂറിനകം 12,000 പേര് വാട്സാപ്പിലും ഇമെയിലുമായിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ അറിയിച്ചു എന്നാണ് പറയുന്നത്. അവരൊക്കെ ഈ പാർട്ടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാവും. ഈ പാർട്ടി ക്ഷീണിച്ചാൽ BJP ആണ് പകരം വരിക എന്നറിയാവുന്നവരാണ്. അത് ഉണ്ടാവാതിരിക്കാനാണ്. ഈ പാർട്ടി അങ്ങനെ തകരാതെ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ വിചാരം, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇവർ സ്വീകരിക്കുമെന്നാണ്. പറഞ്ഞല്ലോ, 100-ൽ താഴെയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തയ്യാറായിക്കൊണ്ടുവന്ന റിപ്പോർട്ട്, ഏരിയ കമ്മിറ്റിയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള വിശദാംശങ്ങൾ, ഇതൊക്കെ കേട്ട് ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത സംസ്ഥാന കമ്മിറ്റി അവരാണ് ഇനി നാട്ടുകാരുടെ അഭിപ്രായം കേട്ട് ഈ പാർട്ടിയെ നന്നാക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി ചെലവഴിച്ച സമയം പാഴാക്കിയെന്ന് ഈ അഭിപ്രായം പറഞ്ഞവർ ഓർത്താൽ മാത്രം മതി. അല്ലാതെ ഇതുകൊണ്ടൊന്നും ഈ പാർട്ടി നന്നാവാൻ പോകുന്നില്ല. തെറ്റു ചെയ്തവരത് ഏറ്റു പറയണം. ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പാർട്ടിയുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, സംസ്ഥാനത്തിന് മുമ്പിൽ പറയണം. ഞങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ. എന്നിട്ട് തിരുത്തലുകൾ കൊണ്ടുവരണം. എങ്കിലേ ഈ പാർട്ടി രക്ഷപ്പെടും.